ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഒരു റംബുട്ടാൻ തൈ ഇതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. സാധാരണ റംബുട്ടാനൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതല്ലേ, ഇത് നാടൻ തൈയാണ്. ഇട്ടിട്ട് കുഴിച്ചിട്ടുണ്ടായ തൈയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ കൂട്ടിൽ ഇവരിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങൾ കൂടും. അത് ഇതിപ്പോൾ വലിയൊരു മരമായി മാറിയൊക്കെയാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഇത് മുറിക്കാനുള്ള സങ്കടമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഒരു 2 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ശിഖരങ്ങൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു നിലയുടെ മേലെ ഹൈറ്റ് ഉണ്ട്. റംബുട്ടാന് ഇത് കണ്ട ഈ അണ്ണാർക്കണ്ണനൊക്കെ ഇത് തിന്നിട്ട് കണ്ട തൊണ്ട് താഴത്ത് കിട്ടിക്കാണ്. ഇതിപ്പോ നമ്മൾ പൊട്ടിച്ചതാണ്. ഇതെന്താ അത്രയും ഹൈറ്റ് എന്താ, ഒരു നില ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഇത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ റംബുട്ടാൻ്റെ തൈയൊക്കെ വെക്കുമ്പോൾ ഏകദേശം ഒരു 2 മീറ്ററിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും കായബലം നമുക്ക് കിട്ടും. ഇതാണ് സ്ഥിതി. പിന്നെ ഈ നാടൻ തൈ വെച്ച് കഴിഞ്ഞാൽ കുരു കുഴിച്ചിട്ട് ഉണ്ടായ സാധനമാണെന്നുണ്ടെങ്കിൽ അധികം കയമ്പ് കുറവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം. ഓക്കെ, അയനപ്പട വലിയ റംബുട്ടാൻ താഴെ എമ്മേ ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടാ. എമ്മേ എന്താണിത്, എത്ര എണ്ണ എടുക്കണേ? സന്തോഷം കിട്ടില്ല. ഉപ്പതാ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടോ ഉപ്പ? കണ്ടമാനം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എമ്മിയെ? ഇങ്ങനെയൊക്കെ ലൈക്ക് അവൻ്റെ ലൈക്കാണത്. പാവപ്പ രാവിലെ തന്നെ ഭയങ്കര അധ്വാനത്തിലാണ്. അപ്പൊ ഇതാണ് മക്കളെ ഞങ്ങളുടെ വീട്ടിലെ റംബുട്ടാൻ കൃഷി. ഇപ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട് അല്ലേ? പ്രാവശ്യം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അണ്ണാനൊക്കെ കൊടുക്കും. ഇതേണ്ട അണ്ണാനൊക്കെ തിന്നതിൻ്റെ ബാലൻസാണ്. കാരണം ഇത് ഈ ഉച്ചയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പറിച്ചുണ്ടാക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ അണ്ണാനും കൊടുത്ത്. എമ്മിയെ അയ്യോ, ഇതെന്താണ് എമ്മിയെ? എന്താണ് എടുത്തോളി. ഇത് ഏകദേശം കുഴിച്ചിട്ടിട്ട് 5 വർഷത്തോളം 6 വർഷം 5-6 വർഷമായിക്കണ് ഇത് കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും മേലെ പോയിട്ടാണ് കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ മടലൊക്കെ കെട്ടിയിട്ടാണ് ഇതിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേസ് ഉണ്ടാ ഇപ്പോൾ താഴത്ത് കിട്ട കൊലയാണത്. ഇത് ഈ ബഡ് ചെയ്തതാകുമ്പോൾ ഒന്നുകൂടി നല്ല വലുപ്പമുള്ള കായകളുണ്ടാവും. ഇത് ബഡ് ചെയ്യാത്ത കുരു കുഴിച്ചിട്ടാണ്ട് ചെറുതാണ്, ചെറിയ കായകളാണ്.
കുഴപ്പമില്ലാത്ത മധുരമുണ്ട്. പക്ഷേ ഈ റംബുട്ടാൻ്റെ 2-3 ടൈപ്പ് ഉണ്ട്. ഇത് ഈ ഇതിൻ്റെ കയമ്പ് കുരുമെന്ന് വിടില്ല, അങ്ങനത്തെ ടൈപ്പാണിത്. മറ്റേ കുരുമെന്ന് ഇടുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റും. അങ്ങനെ റംബുട്ടാൻ്റെ ലാസ്റ്റ് വിളവെടുപ്പും കഴിഞ്ഞ്. അപ്പോൾ ഒരു മരത്തിൻ്റെ മേലിന്ന് ഏകദേശം ഞങ്ങൾ 3 പ്രാവശ്യമായിട്ട് വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബഡ് ചെയ്ത സാധനത്തിൻ്റെ അത്ര ഇതില്ല. ഇത് പറഞ്ഞാൽ നാടനായതുകൊണ്ട് ചെറുതാണ്. എന്തായാലും പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. കുറേ എണ്ണം തിന്നു, കുറച്ച് നമുക്കും കിട്ടി. ഓക്കെ.